ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സായി കമ്പാരിസൺസ് 35ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും പല വസ്തുക്കളും പുറത്തു വരികയുണ്ടായി. കാമധേനു, കൽപ്പവൃക്ഷം, ഐരാവതം, ശ്രീദേവി, മൂദേവി, കാളകൂടവിഷം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പൊന്തി വന്നു. അതുപോലെ മനുഷ്യ മനസ്സിനെ നന്മയും തിന്മയും ചേർന്ന് ദിവസേന കടയുമ്പോൾ അതിൽ നിന്നും നന്മയും തിന്മയും പുറത്തേക്ക് വരുന്നു. മനസ്സ് ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ തിന്മ ഉണ്ടാവുകയും ആർത്തി, അസൂയ, ലോഭം, അഹങ്കാരം ആദിയായ ദുർഗുണങ്ങളടങ്ങിയ ചതുപ്പ് നിലത്തിൽ താഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഉറക്കമുണർന്ന ഒരു സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുമ്പോൾ അതുവരെ കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ മൃഗങ്ങളെല്ലാം ഓടി ഒളിക്കുന്നു. അതുപോലെ നിങ്ങൾ ഉണർന്ന് പ്രണവമന്ത്രം ജപിക്കുമ്പോൾ എല്ലാവിധത്തിലുമുള്ള മൃഗീയ വാസനകളും നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ പുട്ടപ്പർത്തിയിലോ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലോ പോകുമ്പോൾ നിങ്ങളാകുന്ന വാഹനത്തിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യപ്പെടുന്നു. തീർത്ഥയാത്രയുടെ ഉദ്ദേശം തന്നെ അതായിരിക്കണം. നിങ്ങളുടെ ആത്മീയ സാധനയുടെ ബാറ്ററി ചാർജ് ചെയ്യുക. സ്വഭവനത്തിലേക്ക് മടങ്ങിയ ശേഷം ആ വാഹനത്തെ വെറുതെ ഇടരുത്. അലസമായി ഇടുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററി വീണ്ടും തീർന്നു പോകും. വാഹനത്തെ ഓട്ടിക്കുകയാണെങ്കിൽ മാത്രമേ ബാറ്ററി സ്വയം ചാർജ് ചെയ്യുകയുള്ളൂ. അതുപോലെ സത്സംഗം, സത്പ്രവർത്തനം, ഭജന, നാമസ്മരണ എന്നീ സാധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ റീചാർജ് ചെയ്തത് പാഴിലായി പോകുന്നു. തൻ്റെ കുട്ടികളുടെ സമൂഹത്തിലെ പദവിയോ സ്ഥാനമോ ഒന്നും നോക്കാതെ എല്ലാ കുട്ടികളെയും ഒരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ കാണുകയും എല്ലാവരിലും ഒരുപോലെ സ്നേഹം ചൊരിയുകയും ചെയ്യുന്ന ഒരു അമ്മയെപ്പോലെ ഈശ്വരനും എല്ലാവരിലും ഒരുപോലെ പ്രേമം ചൊരിയുന്നു. ഈശ്വരൻ പ്രേമസ്വരൂപനാണ്. എല്ലാവരിലും പ്രേമരൂപേണ ഈശ്വരൻ കുടികൊള്ളുന്നുമുണ്ട്. പ്രേമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു കിണറ്റിലേക്ക് ഒരു കല്ലിട്ടാൽ വെള്ളത്തിൽ അലകളുണ്ടായി അവ കിണറിൻ്റെ വശങ്ങളിലേക്കെല്ലാം പോകുന്നു. അതുപോലെ നിങ്ങളുടെ ഹൃദയമാകുന്ന കിണറ്റിലേക്ക് സച്ചിന്തയാകുന്ന ഒരു കല്ലിട്ടാൽ അപ്പോഴുണ്ടാകുന്ന അലകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. അല കണ്ണിലെത്തുമ്പോൾ നിങ്ങൾ നന്മ കാണുന്നു, കാതിലെത്തുമ്പോൾ നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നു, കൈകളിലെത്തുമ്പോൾ അവ സത്പ്രവർത്തികൾ ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സത്പ്രവർത്തനത്തിൻ്റെ സ്വരലയം ഉണ്ടാകുന്നു. സത്പ്രവർത്തികൾക്ക് ആധാരം നല്ലതും കുലീനവുമായ ചിന്തകളാണ്. ശ്രീബുദ്ധൻ ഈ ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. അതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട്. പുസ്തകം താഴെ വയ്ക്കുന്ന നിമിഷം തന്നെ ആ ഉപദേശങ്ങളെല്ലാം വിസ്മരിക്കപ്പെടുന്നു. ഒരു ചന്ദനമുട്ടി നിരന്തരം അരച്ചാൽ മാത്രമേ അതിൻ്റെ സുഗന്ധം അനുഭവിക്കാനാകൂ എന്ന് ഓർക്കുക. ഒരു കരിമ്പിൻ തുണ്ട് ചവച്ചാൽ മാത്രമേ അതിൻ്റെ മധുരിമ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഉപദേശങ്ങൾ നിരന്തരമായും ക്രമമായും പരിശീലിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയും സമർപ്പണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഭക്തി ദ്വൈതഭാവത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ ഈശ്വരനും ഭക്തനും എന്ന രണ്ട് അസ്തിത്വങ്ങളുണ്ട്. അവർ വളരെ ചേർന്നിരിക്കുന്നതിനാൽ അവരെ വേർതിരിക്കുവാനോ പിടിച്ചു മാറ്റുവാനോ കഴിയില്ല. ഭക്തി ഭക്തനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ സമർപ്പണമെന്നത് അദ്വൈത ഭാവമാണ്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്ന ഭാവത്തിൽ ഭക്തൻ കഴിയുമ്പോൾ അയാൾക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. അയാളുടെ ഇച്ഛ പ്രവർത്തിക്കുന്നില്ല. അയാളിലെ ഞാൻ എൻ്റേത് എന്ന ഭാവം പൂർണ്ണമായും ത്യജിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് പഞ്ചസാരയും വെള്ളവും എടുക്കുക. അവ രണ്ടും രൂപത്തിലും സ്വഭാവത്തിലും വിഭിന്നമാണ്. ഇത് ഭക്തിയുടെ പാത പോലെയാണ്. ദ്വൈതം. വെള്ളത്തിൽ പഞ്ചസാരയിട്ട് അലിയിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളവും പഞ്ചസാരയും വേർതിരിക്കുവാനാകില്ല. ഇതാണ് അദ്വൈതം. സമർപ്പണം. ഭക്തൻ തൻ്റെ സർവസ്വവും ഭഗവാന് നൽകുന്നു. തൻ്റെ മനസ്സുപോലും തനിക്കായിട്ട് മാറ്റിവെക്കുന്നില്ല. പ്രേമമാണോ വിശ്വാസമാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യത്തിന് സ്വാമി മറുപടി നൽകി. വിശ്വാസം തന്നെയാണ് ആദ്യം ഉണ്ടാകേണ്ടത് എന്നത് നിസ്തർക്കമായ വസ്തുതയാണെന്നാണ് സ്വാമി ഉത്തരം നൽകിയത്. വിശ്വാസമാണ് ഒരുവനെ പ്രേമത്തിലേക്ക് നയിക്കുന്നത്. ഒരാൾ തൻ്റെ മാതാവിനെയോ സുഹൃത്തിനെയോ സ്നേഹിക്കുന്നത് അവരിലുള്ള വിശ്വാസം കൊണ്ടാണ്. വിശ്വാസമില്ലെങ്കിൽ സ്നേഹിക്കുവാൻ പറ്റുമോ? അതിനാൽ ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസം തന്നെ ആണ്. നിങ്ങളുടെ മാർഗവും ലക്ഷ്യവും അറിയാമെങ്കിൽ നിങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുവാനാകും. ഈശ്വരൻ തൻ്റെ പ്രേമവും കാരുണ്യവും അനുഗ്രഹവും എത്രത്തോളം പരത്തിയിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ വീക്ഷണവും സഹതാപവും പ്രേമവും വിപുലമാക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളിലേക്ക് ഈശ്വരനെ സ്വീകരിക്കുന്നതിനായി ജാഗ്രതയോടെ ഇരിക്കുക. രക്തം ശരിയായി സംക്രമണം ചെയ്യുന്നത് ശിരസ് തൊട്ട് പാദം വരെയാണ്. പ്രേമം അതുപോലെ മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നു. അപ്പോൾ മാത്രമേ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യവും ആനന്ദവും ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകം ഈശ്വരൻ്റേതാണ്. ഇവിടെയുള്ള എല്ലാം ഈശ്വരൻ്റെ പ്രേമത്തിന് പാത്രമാണ്. ചന്ദ്രൻ എല്ലായിടത്തും ഒരുപോലെ നിലാവ് പരത്തുന്നു. ലൗകികമായ സുഖങ്ങളിലും പ്രവൃത്തികളിലും മോഹിക്കാതിരിക്കുക. ലോകത്ത് ജീവിക്കുമ്പോഴും ലോകത്തിൻ്റേത് ആകാതെ ഇരിക്കുക. നിഷ്കാമമായി അവനവൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുക. ഈശ്വരന് മുൻപിൽ ഒരു ആഗ്രഹവും വയ്ക്കാതിരിക്കുക. ഈശ്വരൻ നൽകുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ജയ് സായിരാം.